ഹായ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമാണോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ശരവണ ഭവൻ സ്റ്റൈൽ വെള്ളക്കടല കുറുമ, അതായത് നമ്മളെ വെള്ളക്കടലക്കറി കൊണ്ടുള്ളൊരു കറിയാണ്. ഇത് കൂടുതലും തമിഴ് റെസിപ്പിയാണ്. ഇത് നമ്മുടെ ശരവണ ഭവൻ സംഗീത റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ആ കറിയുടെ അതേ രുചിയിലാണ് ഇതുണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ കുതിർത്തതാണിത്. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ ഒരു അര ഉരുളക്കിഴങ്ങ് ക്യൂബായിട്ട് ഈ സൈസിൽ കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. കടല നമുക്ക് 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കടല ഇപ്പോൾ 2 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. നമ്മൾ ഈ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 1.5 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, മീഡിയം സൈസിലുള്ള ഒരു സവോള പൊടിയായി കട്ട് ചെയ്തത്, സവോള ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കണേ. തക്കാളിയും സവോളയും വഴങ്ങുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. 4 സ്പൂൺ തേങ്ങ, ചിരകിയ തേങ്ങ. തേങ്ങയ്ക്ക് തണുപ്പ് പാടില്ല. നമ്മൾ ഫ്രീസറിലൊക്കെ ഇരിക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പുറത്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ മൈക്രോവേവിൽ വെച്ച് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റിയിട്ടെടുക്കണേ. 2 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 പീസ് ഇഞ്ചി, 1 പച്ചമുളക്, ഒരു പിഞ്ച് പെരുംജീരകം. പെരുംജീരകം ഒന്നും ഒരുപാട് കൂടണ്ട, കാരണം നമുക്ക് വേറൊരു ടേസ്റ്റ് ഒക്കെ ആയിപ്പോൾ ഒരു മസാലയുടെ ഫ്ലേവർ വരും. നമുക്ക് ആ മസാല ഫ്ലേവർ വേണ്ട. ഒരു പിഞ്ച് ജീരകം. ഇനി ഇതിലേക്ക് ഒരു 10 ക്യാഷ്യൂ കുതുക്കുമൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് ഇടാം. ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഈ കടലക്കറി ഒരുപാട് സ്പൈസി ഒന്നുമല്ല, അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം 1/2 സ്പൂൺ മതി. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ കടല ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്ക് പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കടല ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ഉടഞ്ഞു പോയിട്ടുമില്ല, നല്ല പാകത്തിന് നമ്മുടെ കടല കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡും കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ അത് ഓൾറെഡി ഉടഞ്ഞു പൊക്കോളൂ. ഇച്ചിരി കൊഴുപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടലയും കൂടെ ഉടച്ചു കൊടുക്കാവേ. ഞാനിപ്പോൾ കടല അങ്ങനെ ഉടയ്ക്കുന്നില്ല, ഈ ഉരുളക്കിഴങ്ങ് ആവശ്യത്തിനൊന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ മസാലയൊക്കെ ഇപ്പം മൂത്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഈ വേവിച്ച് വെച്ച് കടല ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് അരച്ചു വെച്ച മസാല നോക്കാം. നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഒരു 1/2 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറ് കഴുകി എടുത്തതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് ചെറുതീയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. ഒരു 10 മിനിറ്റ് സമയമൊക്കെ എടുത്തോട്ട് നല്ല ചെറുതീയിലിരുന്ന് തിളയ്ക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ കാഷ്യൂവും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്തും കൊണ്ട് നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് ഉണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് തിളച്ച വെള്ളം ഇനി ആഡ് ചെയ്യണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇപ്പം ഇത്തിരി ലൂസാ. ഇനി ഒരു 10 മിനിറ്റോടെ ഓഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്കായി കുറുകി വരും. അപ്പം എപ്പോഴും ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് നല്ല കൺസിസ്റ്റൻസിയിലിരിക്കും. കടലക്കറി, അപ്പം, ഇടിയപ്പം, പൂരി, ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഏറ്റവും നല്ലത് പൂരി ചപ്പാത്തിക്കുമാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.